തൻ്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ യേശു കർത്താവ് 40 നാള് മരുഭൂമിയിൽ ഉപവസിച്ചു. ഉപവാസത്തിന് ശേഷം പരീക്ഷകനായ പിശാച് യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് തന്നെ പരീക്ഷിച്ചു. പിശാച് കർത്താവിനോട് 3 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഒന്നാമതായി പറയാണ്, കർത്താവിന് വിശന്നപ്പോൾ പിശാച് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പറയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുക എന്ന് പറ. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യം കടന്നു വരുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ആ ആവശ്യത്തെ ഇല്ലാതാക്കുവാനോ ആ ആവശ്യത്തിന് വേണ്ടിയ സാമഗ്രികൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയോ അല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പിന്നെയോ അവിടെ ദൈവഹിതത്തിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി, ദൈവവചനം എന്താണ് ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം കഴിച്ചാൽ ഒരുപക്ഷെ വിശപ്പടങ്ങുമായിരിക്കും, പക്ഷെ ജീവൻ ലഭിക്കണമെങ്കിൽ നീ വചനം അന്വേഷിച്ചാലേ പറ്റത്തുള്ളൂ. നമ്മളായിരിക്കുന്ന പ്രതിസന്ധിയിൽ ദൈവം നമ്മളിൽ ക്രിസ്തുവിൻ്റെ ജീവൻ പകരാൻ ആഗ്രഹിക്കുമ്പോൾ ആ പ്രശ്നത്തെ മാറ്റാൻ വേണ്ടിയല്ല, പിന്നെയോ അവിടെ ദൈവത്തിൻ്റെ ജീവനാകുന്ന വചനം എൻ്റെ ജീവിതത്തിൽ പകരേണ്ടതിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്തതായി യേശു കർത്താവിനെ ഒരു ഉയർന്ന ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാണ്, താഴോട്ട് ചാടുക, ദൂതന്മാർ നിന്റെ കാല് കല്ലിത്തട്ടാത്തവണ്ണം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് പറയാണ്, എൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ എടുത്ത് ഉപയോഗിക്കരുത്. നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദൈവത്തോട് വാശി പിടിക്കരുത്. ദൈവസന്നിധിയിൽ ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിട്ടുകൊടുക്കണമെന്നാണ് കർത്താവ് രണ്ടാമത് പറയുന്നത്. മൂന്നാമത് പറയുന്നത്, പിശാച് ലോകത്തിൻ്റെ സകല മഹത്വവും കർത്താവിനെ കാണിച്ചിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വണങ്ങി നമസ്കരിക്കുക, നീ നമസ്കരിച്ചാൽ ഈ മഹത്വമെല്ലാം നിനക്ക് തരാം. കർത്താവായ യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ മറ്റാരെ നീ നമസ്കരിക്കരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവവ്യവസ്ഥയെ മാറ്റിക്കളയുകയും ദൈവവ്യവസ്ഥയെ മൈൻഡ് ചെയ്യാതിരിക്കുകയും അല്ലെ അതിനോട് കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുന്നത് അന്യ ദൈവത്തെ ആരാധിക്കുന്ന പാപത്തിന് തുല്യമാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതമാകുന്ന പ്രതിസന്ധിയിൽ അപ്പം അന്വേഷിക്കാതെ ദൈവത്തിൻ്റെ വചനം അന്വേഷിക്കുന്നവരായി തീരുവാൻ, നമ്മുടെ സ്വാർത്ഥ സ്വഭാവത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ദൈവവചനത്തെ ഉപയോഗിക്കാതിരിക്കുവാൻ, ലോകത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കാതിരിക്കുവാൻ ഈ പകൽക്കാലം നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധി ഏൽപ്പിച്ചു കൊടുക്കാം. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.